ഡോക്ടർ. എന്താ തിരുമേനി? എന്താ മോളുടെ മുറിയിലൊരു ബഹളം? എനിക്കറിയില്ല ഡോക്ടറെ. മോൾ ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ടു. അവളുടെ അമ്മ വന്നു മറ്റോ. ഇപ്പൊ അമ്മയുടെ കൂടെ പോണമെന്ന് വാശിയില്ല. മുമ്പ് എങ്ങുമില്ലാത്ത വാശിയാ എന്റെ മോൾക്ക്. എന്താ എന്താ മോളെ? എന്താ ശിവപ്രിയക്കുട്ടി? എന്തു പറ്റി? സ്വപ്നം കണ്ടോ? വേണ്ട, എന്നെ തൊടണ്ട. എന്റെ അമ്മയെ പറഞ്ഞു വിട്ടത് ഡോക്ടറുകളല്ലേ. പോ ഇവിടുന്ന്. എനിക്ക് കാണണ്ട. ഡോക്ടറുകളോട് ഞാൻ മിണ്ടില്ല. പോ, എനിക്ക് കാണണ്ട. ഡോക്ടറെ, എന്താ അവൾക്ക് പറ്റിയത്? ഇനി കുഞ്ഞിന്റെ അമ്മയുടെ ആത്മാവെങ്ങാനും. ഏയ്, അതിഭീഷണ കടുഭാഷണയമകിങ്കര പടലീ കൃതദാരന പരിപീഡന മരണാഗമ സമയേ ഉമയാ സഹ മമ ഛേദസി യമശാസന ദിവസം ശിവശങ്കര ശിവശങ്കര ഹരമേ ഹര ദുരിതം. അയ്യോ ഡോക്ടറെ, എന്റെ കുഞ്ഞിന് എന്തു പറ്റി? ഒന്നുമില്ല. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും അവള് സാധാരണ പോലെ പെരുമാറിക്കോളും. ഈ മുറിയിൽ ഏതോ ഒരു തമോ ശക്തിയുടെ സ്വാധീനമുണ്ട്. കുഞ്ഞിനെ ഉടനെ ഈ മുറിയിൽ നിന്ന് മാറ്റണം. അതുപോലെ തന്നെ തൽക്കാലം ഈ മുറിയോ ഇവിടുത്തെ സാധനങ്ങളോ മറ്റാരും ഉപയോഗിക്കണ്ട. ശരി ഡോക്ടർ. എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലെന്നേ. ഒന്ന് ഉറങ്ങി ഉണരുമ്പോൾ അവളെല്ലാം മറന്നിരിക്കും. ശരി, ഞാൻ പിന്നെ വരാം. ദേവി മഹാമായെ, എന്റെ കുഞ്ഞിന് ആപത്തൊന്നും സംഭവിക്കല്ലേ. റെഡിയാണ്, നമുക്ക് പോവാം മോളെ. ആഹാ, അച്ഛനും മോളും കൂടി കടയിലേക്ക് പോകാൻ ഇറങ്ങിയോ? സമയായി. ഇന്നൊരല്പ വയ്യോന്നൊരു സംശയം ഇല്ലേ മോളെ? കണ്ടോ, ഞാനൊരു 2 മിനിറ്റ് ലേറ്റ് ആയപ്പോഴേക്കും അവളുടെ മുഖം മാറിയതില്ലേ? മോളെ, ഇന്നുച്ചയ്ക്ക് നീ അമ്പലത്തിൽ നിന്ന് കഴിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അച്ഛൻ കഴിക്കാൻ വരുമ്പോ നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ കൊടുത്തു വിട്ടേക്കാം. എന്റെ ദേവി, എന്താ ഞാൻ ഈ കേൾക്കണേ? ദേവൂട്ടിക്ക് ഭക്ഷണം ഇവിടുന്ന് തന്നുവിടുകയോ? വെറുതെ അല്ല ഒരു കാക്ക മലർന്നു പറക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടത്. ഓ, നിങ്ങളങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ വീട്ടില് പിടിപ്പത് പണിയുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഇവക്കുള്ള ഭക്ഷണം നിങ്ങളുടെ കയ്യിൽ തന്നു വിട്ടേനെ. എത്രയൊക്കെ ആയാലും ഈ കുടുംബത്തിനെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവളല്ലേ ദേവൂട്ടി? അതിന്റെ നന്ദിയും കടപ്പാടും എന്നും നിന്നോടുണ്ടാവും മോളെ. ദേവൂട്ടിയുടെ കടമയാ. എന്നാലും അത്രയും പൊന്നും പണ്ടവും ഒക്കെ കിട്ടിയിട്ടും അത് എത്രയാണെന്ന് പോലും നോക്കാതെ ആ ഗഗന് കൊടുത്ത് അയാളുടെ ഏർപ്പാട് ഒഴിവാക്കിയില്ലേ? അത് ദേവൂട്ടിയുടെ വലിയ മനസ്സ് തന്നെയാ. അതെ, എന്റെ മോളുടെ വലിയ മനസ്സ് തന്നെയാ. ഇന്ന് നമ്മൾ എല്ലാവരും സുഖമായും സന്തോഷമായും ഈ വീട്ടിൽ കഴിയുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് പരാതിയുണ്ട് കേട്ടോ. അവന് കൊടുക്കാനുള്ള തുകയുടെ ഇരട്ടി തുകയുടെ പൊന്നും പണവും ഉണ്ടായിരുന്നു അതിനകത്ത്. അത്രയൊന്നും അവന് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. അതിന്ന് കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഒരു കണക്കിനത് നന്നായി മോളെ. വീതം വെച്ച് കൊടുക്കാതെ അത് മുഴുവൻ അവന് കൊടുത്ത് ആ ബാധ്യത ഒഴിവാക്കിയല്ലോ. അവന്റെ ശല്യം ഇനി കുടുംബത്തുണ്ടാവില്ലല്ലോ.
അത് വെച്ച് നോക്കുമ്പോ അവന് കൊടുത്തൊന്നും അധികമാവില്ല എന്തുമതി. ഞാൻ ഏതായാലും അതങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അവനെ കാണുമ്പോ അതിന്റെ 1/3 ഭാഗം തിരിച്ചു ചോദിച്ചാലോ എന്ന് ആലോചിക്കുന്നേ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അവന് കൊടുത്തത് കൊടുത്തു, ഇനി അത് തിരികെ ചോദിക്കാൻ നിൽക്കണ്ട. അങ്ങനെ ചെയ്ത അതിന്റെ പേരിലാവും അവൻ വീണ്ടും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി നമ്മളെ ശല്യം ചെയ്യാൻ വരിക. ആ, പോയതോ പോയി. ഇനിയും എന്റെ ദേവി നിനക്കിതുപോലെ ഒരുപാട് സ്വത്തും സമ്പാദ്യവും ഒക്കെ തരട്ടെ.